ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങൾ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് നേരത്തെ സൺറൈസ് വാലിയുടെ പ്രദേശത്ത് കഡാവർ ഡോഗ്സിന്റെ സഹായത്തോട് കൂടിയിട്ടുള്ള ഇന്നത്തെ പരിശോധനയുടെ ഭാഗമായി നേരത്തെ പറഞ്ഞ ബോഡി പാർട്ടിൽ ഒരു ബോഡി പാർട്ട് കണ്ടെത്തിയത് ആ മേഖലയിൽ നിന്നാണ്. ബോഡി പാർട്ടും കുറച്ച് മുടിയുടെ ഭാഗങ്ങളും ചെറുതായി മാംസകഷ്ണങ്ങളും ഉൾപ്പെടെ ലഭ്യമായി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഹെലികോപ്റ്ററിൽ കഡാവർ ഡോഗ്സിൻ്റെ സാന്നിധ്യത്തിനും സഹായത്തിനുമുള്ള തെരച്ചിൽ നാളെയും തുടരണം എന്നാണ് നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതോടുകൂടി ആ മേഖലയിലെ പരിശോധനയിൽ നല്ല ഒരു പുരോഗതി ഉണ്ടാകും. മരണപ്പെട്ട കേസുകൾ 225 ബോഡി പാർട്ടുകൾ 192 ആ വിധത്തിലാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. അതിൽ 178 ബോഡിയും 2 ബോഡി പാർട്ടും ഇതിനകം ബന്ധപ്പെട്ടവർക്ക് കൈമാറി കഴിഞ്ഞു. ബാക്കി ബറിയൽ നടത്തിയതിൻ്റെ ഒരു കണക്ക് 180 ബോഡി പാർട്ടും 46 ബോഡിയുമായി അങ്ങനെ 226 കുഴികളിലായി നമ്മൾ ഇത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിലെ ഒരു കൃത്യമായിട്ടുള്ളൊരു കണക്കായിട്ട് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. നമുക്ക് ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് വിശദാംശങ്ങളെങ്കിൽ ഇന്നത്തെ ക്യാബിനറ്റ് കേരളത്തിലെ എല്ലാ മനുഷ്യരോടും ഈ വലിയ പരിശ്രമത്തിലൊപ്പം നിൽക്കുന്ന എല്ലാ മനുഷ്യരോടും അവരുടെ മനുഷ്യനന്മയോടും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ അഭിവാദ്യം അർപ്പിച്ചു. നമുക്ക് അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, ഈ പ്രദേശത്ത് 10, 11, 12 വാർഡുകൾ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് ദുരന്തമുണ്ടായതിനു ശേഷവും അവരുടെ ലോണുകൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേടി നിലനിൽക്കുന്നു എന്ന പ്രശ്നം ഉണ്ടായി. ഇക്കാര്യം SLBCയുടെ ശ്രദ്ധയിൽ, സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ചീഫ് സെക്രട്ടറി തന്നെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു വികാരം അറിയിച്ചു. അതനുസരിച്ച് പ്രത്യേക SLBC യോഗം, സാധാരണ SLBC യോഗം നേരത്തെ വിളിക്കലുണ്ട്, ഒരു കാലാവധിയുണ്ട്, ആ കാലാവധിക്കകത്ത് പൂർത്തിയാകുമ്പോഴാണ് വിളിക്കുക. ഈ പ്രശ്നം CS ശ്രദ്ധയിൽപ്പെടുത്തിയ സാഹചര്യത്തിൽ ഈ പ്രശ്നം കർശനമായി പരിശോധിക്കാൻ വേണ്ടി സ്പെഷ്യൽ SLBC വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ തീയതി ഉടനടി നമുക്ക് ധാരണയുണ്ടാക്കാൻ വേണ്ടി കഴിയും. എല്ലാ നഷ്ടപ്പെട്ട സാധനങ്ങളും തിരിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനം അതിവേഗം ആരംഭിക്കും എന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അതനുസരിച്ച് കളക്ടറുടെ നേതൃത്വത്തിൽ ബാക്കിയുള്ളതെല്ലാം ചേർന്ന് ഒരു പൊതുസ്ഥലത്ത് ആളുകൾക്ക് ലഭ്യമാകുന്ന വിധത്തിൽ ഒരു അദാലത്ത് പോലെ, അദാലത്ത് എന്ന് പറഞ്ഞാൽ ആളുകൾ വരണം, ആ അർത്ഥത്തിലല്ല, ഒരു അദാലത്ത് പോലെ ഒറ്റ സെൻറ്ററിൽ നിന്ന് അതെല്ലാം ലഭ്യമാകുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയണം എന്ന് നിശ്ചയിച്ചിരുന്നു. എങ്കിലും ഏറെ അത്യാവശ്യമായിട്ടുള്ളത് റേഷൻ കാർഡുകളാണ്. ആളുകളുടെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട റേഷൻ കാർഡ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, അവരുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് റേഷൻ കാർഡുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് വിതരണം ഇന്ന് ആരംഭിച്ചു. അത് 44, 46 നമ്പർ റേഷൻ കടകളിലെ റേഷൻ കാർഡുകളുടെ വിതരണം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നടത്തും. ബാങ്കുകളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ബാങ്കേഴ്സ് സമിതി ചർച്ച ചെയ്യുക. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ MI ഉൾപ്പെടെ നമുക്ക് EMI ഉൾപ്പെടെ നമ്മളിങ്ങനെ സ്വകാര്യ പണമിടപാട് കേന്ദ്രങ്ങൾ നടത്തുന്ന പിരിവും ഈ ഒരു കാലയളവിൽ നിർബന്ധമായും നടത്തരുത് എന്ന്, പണം പിരിച്ചെടുക്കരുത് എന്നവരോട് പറയാനാകില്ല, കാരണം അവർക്കതിൽ കരാറുണ്ടാകും. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ക്യാമ്പുകൾ ആളുകൾ കിടക്കുക, ഒരു അനിശ്ചിതത്വം ആളുകളുടെ മനസ്സിലുണ്ടാവുക, അത് സംബന്ധിച്ച് ഏതെങ്കിലും പേടി ഉണ്ടാവുക, അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു കാരണവശാലും സ്വകാര്യമായ പണമിടപാട് സ്ഥാപനങ്ങളോട് ഈ ഘട്ടത്തിൽ പണപ്പിരിവുമായി മുന്നോട്ട് പോകരുത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു പൊതുവികാരമായി, ക്യാബിനറ്റിൻ്റെ ഒരു പൊതുവികാരമായി അത് അവതരിപ്പിക്കണം എന്ന് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്.